ഓക്കെ. വൻ അബീസ് യസീദ് ബിൻ മഅദ്, നമ്മുടെ പാഠഭാഗം പിന്നെ നീയത്തിനെ കുറിച്ചാണ്. ഏതു കാര്യം ചെയ്യുമ്പോഴും നീയത്ത് അള്ളാഹുവിലേക്കായിരിക്കണം. നമ്മൾ ചെയ്യാൻ കരുതിയ ഒരു സംഗതി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ അത് ചെയ്യാൻ നമുക്ക് ലക്ഷ്യമുണ്ട്, എന്നാൽ അത് ചെയ്തതിന് സമാനമായ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതിന് ഉദാഹരണമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, നബിയും സ്വഹാബത്തും പരിശുദ്ധമായ ജിഹാദിന് പോകുന്ന സമയത്ത് അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന മറ്റു സ്വഹാബത്തുണ്ടായിരുന്നു. എന്നാൽ രോഗം കാരണമായിട്ടും യുദ്ധത്തിന് വരാനുള്ള ചെറിയ സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതും കാരണമായിക്കൊണ്ട് യുദ്ധത്തിന് പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷേ അവർക്ക് യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന നീയത്ത് മനസ്സിലുള്ളത് കൊണ്ട് അള്ളാഹു തആല ഈ യുദ്ധത്തിനു പങ്കെടുക്കുന്ന ആളുകൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളിലൊക്കെ അവർക്ക് കിട്ടുന്ന കൂലിക്ക് സമാനമായൊരു കൂലി അള്ളാഹു ആർക്ക് കൊടുക്കും? നല്ല നീയത്ത് വെച്ചിട്ട് അതിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് കൊടുക്കും. അതാണ് ഇതിനെ തുടക്കത്തിൽ പറഞ്ഞത്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകളൊക്കെ നീയത്തുകൾ കൊണ്ടാണ്. സുബഹിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതും നമ്മളൊക്കെ. അപ്പൊ ആ ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മളെ നിയ്യത്ത് എന്താ? അള്ളാഹുവിലേക്കാണെങ്കിലാണ് ആ ഖുർആനോത്ത് എന്താകുന്നത്? അത് അള്ളാഹുവിലേക്കാവുന്നത്. അതല്ല, ഒരാൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു ലക്ഷ്യം വെച്ചു. എന്താ ലക്ഷ്യം? നാളെ സുബഹിസ്കാരം കഴിഞ്ഞ ഉടനെ 2 പേജ് ഖുർആൻ ഓതണം, അല്ലെങ്കിൽ അര ജുസ് ഖുർആൻ ഓതണം എന്നുള്ള നിയത്ത് വെച്ചു. സുബഹിസ്കാരം കഴിഞ്ഞതും അദ്ദേഹത്തിന് കലശലായ തലവേദന, ഒരു നിലക്കും സഹിക്കാൻ പറ്റാത്ത പ്രയാസമുള്ള തലവേദന വന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല? ഓതാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സപ്പോഴും ഖുർആൻ ഓതണമെന്ന് തുടിക്കുന്നുണ്ടായിരുന്നു, നിയ്യത്തുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു താല എന്ത് ചെയ്യും? ഒരു 10 പേജ് ഖുർആൻ ഓതിയതിന്റെ ഒരു കൂലി അള്ളാഹു താല കൊടുക്കും. 10 പേജ് ഖുർആൻ ഓതുമ്പോൾ കിട്ടുന്ന ഒരു മഹത്വമുണ്ട്, ഫളിലുണ്ട്. അത് കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. മറിച്ച് എന്ത് കിട്ടും? അള്ളാഹു അത് അവന്റെ അരികിൽ ഒരു കൂലിയായിട്ട് എഴുതും. അപ്പോൾ നമ്മുടെ നീയത്താണ് മുഖ്യം. ഇനിയിപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? സുബഹിസ്കാരം കഴിഞ്ഞു, അദ്ദേഹത്തിന് ഖുർആൻ ഓതണം എന്നൊന്നും ലക്ഷ്യമില്ലായിരുന്നു. പക്ഷെ നിസ്കാരം കഴിഞ്ഞ് സുബഹിസ്കാരം കഴിഞ്ഞ് അവന്റെ കൂടെ പോയ ആളുകളും ഒപ്പമുള്ള ആളുകളൊക്കെ അവരെന്ത് ചെയ്യാണ്? അവരുടെ റൊട്ടീൻ പ്രകാരം അവർ ഖുർആൻ ഓതുന്നു. ഇവന് താല്പര്യമില്ലാതെ അവർക്കും വേണ്ടി ഓതി കഴിഞ്ഞാൽ, അങ്ങനെ ഇരുന്ന് മുഴു ഖുർആൻ ഓതി കഴിഞ്ഞാലും അതിന് ആരരികിൽ കൂലി കിട്ടില്ല? അള്ളാഹുവിന്റെ അരികിൽ കൂലി കിട്ടില്ല. അപ്പൊ നീയത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ് ആ ഹദീസ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിനു സമാനമായി വരുന്ന മറ്റു ഹദീസുകൾ. അപ്പോൾ ഈ ഞാൻ പിന്നെ പേജ് നമ്പർ 41 അവസാനത്തെ ലൈനിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ആ ലൈനിൽ വായിച്ചിട്ട് അടുത്ത ലൈനിലേക്ക് പോകും. പേജ് നമ്പർ 42. ഓക്കെ. وعن أبي يزيد بن معد بن يزيد بن الأخنس رضي الله عنه وهو أبوه وجده സ്വഹാബിയൻ. മാഷാ അല്ലാഹ്. ഉപ്പയും മകനും വല്ലിപ്പയൊക്കെ സ്വഹാബിയാവാൻ ഭാഗ്യം കിട്ടിയ ഒരു ആളുകൾ. കാല മഹാനവറുകൾ പറയാണ്, കാന അബി യസീദു, എൻ്റെ വാപ്പ യസീദ് എന്നവര്, അഖ്റജ ദനാനീറ, അദ്ദേഹം കുറെ ദിനാറുകൾ എടുത്തു, യതസദ്ദഖു ബിഹ, സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട്. ദിനാറുകൾ, പൈസ എടുത്ത് സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പുറപ്പെട്ടു. അങ്ങനെ ഫവളഅഹ ഇൻദ റജുലിൻ ഫിൽ മസ്ജിദി, എൻ്റെ ഉപ്പ പള്ളിയിലുള്ള ഒരാളുടെ മുന്നിൽ ആ പണം കൊണ്ടുപോയി വെച്ചു. ഫജീതു, മകനായ ഞാൻ ചെന്നു. ഫഅഖദ്തുഹ, ഞാൻ ആ പണം എടുത്തു. ഫഅതൈതുഹ ബിഹി, അങ്ങനെ ഞാൻ ആ പണം ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഫഖാല, വാപ്പ പറഞ്ഞു, വല്ലാഹി മാ ഇയ്യാക അറത്തു, എന്ത് ചെയ്തിട്ടില്ല മോനെ, ഞാൻ നിന്നെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനത് സ്വതക്ക ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ട്. അങ്ങനെ പള്ളിയിലത്തെ ഒരാളായിരിക്കും ഞാൻ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു? വെച്ചു കൊടുത്തു. അപ്പോൾ അയാൾ എടുത്തിട്ടില്ല. അത് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അയാൾ എടുത്തിട്ടില്ല. പക്ഷേ സ്വതക്ക ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച മുതലാണ്. ബാപ്പ എന്ത് ചെയ്തു? അത് സ്വതക്ക ചെയ്തു. ഞാൻ അതെന്ത് ചെയ്തു? അതെടുത്തു. വാപ്പ എന്ത് ചെയ്തിട്ടില്ല, എന്നെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് വാപ്പയുടെ ഉദ്ദേശത്തിൽ ഞാനല്ലായിരുന്നു സ്വതക്ക സ്വീകരിക്കേണ്ടവനെന്ന്. അങ്ങനെ ഫഹാത്തംതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പം ഞാൻ എന്ത് ചെയ്തു?
നബിതങ്ങളോട് പോയിട്ട് എന്ത് ചെയ്തു, ഈ പരാതി ഉന്നയിച്ചു. നബിതങ്ങളോട് പോയിട്ട് എന്ത് ചെയ്തു, ഞാൻ ഈ പരാതി ഉദ്ധരിച്ചു. അപ്പൊ ഫഖാല, കണ്ടോ, എന്ത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത് സ്വഹാബത്ത് അവർ നബിയാണ് പരിഹാരം കണ്ടിരുന്നത്. ഭൗതികമാകട്ടെ, ആത്മീയമാകട്ടെ, ശാരീരികമാവട്ടെ, മാനസികമാവട്ടെ, എന്തു തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെല്ലാം അണഞ്ഞു ചെന്നിരുന്നത് മുത്തുനബിയുടെ സമക്ഷത്തിലേക്കാണ്. അള്ളാഹു ജല്ല ജലാലുഹു നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി മുത്തുനബിനെ കാണാനുള്ള ഒരു മനസ്ഥിതി നമുക്ക് അള്ളാഹു നൽകട്ടെ. നമ്മളൊന്നും പ്രശ്നങ്ങൾക്കൊന്നും മുത്തുനബിനെ വെക്കൂല. നമ്മൾ പലതിനെയും പഴിച്ചുകൊണ്ടിരിക്കും, വിധിയെ പിരാകിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പദ്ധതികളെ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രയാസങ്ങൾ മാത്രം അള്ളാഹു താല തന്നിട്ടുള്ളൂ എന്നെന്ത് ചെയ്യും, നമ്മൾ അങ്ങനെ സമാധാനിക്കും. അതിന് സമാധാനിക്കുന്ന കുറേ എഴുത്തുകളും ഒക്കെ ഇന്ന് അവൈലബിൾ ആണല്ലോ. നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മളല്ലാത്ത ആളുകൾ കുറിച്ചിടുന്ന ഇടങ്ങൾ പലതും നമുക്കുണ്ട്. യൂട്യൂബ് ഒരു സമസ്തയുടെ ഓഫീസിൽ നിന്നും എഡിറ്റ് ചെയ്ത് ഇറക്കുന്ന സാധനമല്ല. ഫേസ്ബുക്കുകൾ, അതുപോലെ ആളുകൾക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയകൾ, അവിടെ എല്ലാം പല മെസ്സേജുകളും വരും. മതമുള്ളവരുണ്ടാവും, മതമില്ലാത്തവരുണ്ടാവും, മതത്തിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടാവും. മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ എങ്ങനെയെങ്കിലും ശാസ്ത്രീയമായി പറഞ്ഞ് പുറത്താക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യം വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ പലതും എന്ത് ചെയ്തു, പലതും അവിടെ എഴുതി വെച്ച് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ചിന്തിക്കുന്ന, മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായ ഒരു സൃഷ്ടിപ്പ്, അവന്റെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം, അവനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റബ്ബ്, കാര്യകാരണങ്ങൾ കൊണ്ട്, നിയമസംഹിതങ്ങൾ കൊണ്ട് ഇവിടെ അവനക്ക് ജീവിക്കാൻ കൊടുത്ത ഒരു മതം, ആ മതം അവന്റെ ജീവിതത്തിൽ ഉറക്കിലും ഉണർച്ചയിലും എല്ലാ സമയത്തും മതം അവനെ സ്പർശിച്ചുകൊണ്ടിരിക്കണം എന്നൊന്നും ബോധമില്ലാത്ത എന്ന ഒരു ബോധം മനുഷ്യർക്കുണ്ടെങ്കിൽ ആ ബോധത്തെ അവനിൽ നിന്ന് നിർമാർജനം ചെയ്യാൻ വേണ്ടിയിട്ട് തൂലിക ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇടം വാഴുന്ന സോഷ്യൽ മീഡിയകളിൽ നമ്മളും സജീവമാണല്ലോ. അപ്പൊ അവിടെ വരുന്ന പല എഴുത്തുകളൊക്കെ നമ്മെ ഒരു ഇലാഹി ചിന്തയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതൊന്നും ഒരു ഇലാഹിന്റെ തീരുമാനത്തിലല്ല, ഇതിന് റബ്ബുൽ ആലമീൻ ഇല്ല, ഇതിനൊരു ഖളാഉം ഖദറും ഒന്നും ഇല്ല, ഇതൊക്കെ ഒരു മനുഷ്യൻ അവൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെയാണ് കാര്യങ്ങൾ എന്ന രീതിയിലൊക്കെ കൊണ്ടുവരുത്തുന്ന, അതിനു വേണ്ടിയിട്ട് വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഇഷ്ടംപോലെ രചനകൾ കാണാൻ കഴിയും. അവിടെ ഒന്നും മനുഷ്യനിക്ക് ഇലാഹിയായ സമർപ്പണത്തിന് അവിടെ വഴിയൊരുക്കുന്നില്ല. ഇങ്ങനെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന നിരവധി ആളുകളുണ്ട്. നമുക്കറിയാം, കണ്ണീരിന്റെ ചാലുകൾ ഇനിയും ഉണങ്ങിയിട്ടില്ലാത്ത വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല സംഭവം. ആ സംഭവത്തിന്റെ സമയത്ത് ഈ എല്ലാവരുടെയും മനസ്സ് അലിഞ്ഞതാണ്, സഹതാപം എല്ലാവർക്കും തോന്നിയതാണ്, വിധിയിൽ എല്ലാവരും ക്ഷമിച്ചവരാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ധാരാളം എഴുത്തുകൾ, വീഡിയോ വീഡിയോ നിർമ്മാണങ്ങളൊക്കെ അള്ളാഹു ഒരു ഒരു അള്ളാഹു മീൻസ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ദൈവം ഒരു ക്രൂരനായിരുന്നു എന്ന രീതിയിലാണ് അതവിടെ കൊണ്ടുവച്ചത്. ഇരുട്ടും പകലും തിരിച്ചറിയാത്ത, ദരിദ്രരെയും ദരിദ്രനെയും തിരിച്ചറിയാത്ത, ഗർഭിണികളെയും കുട്ടികളെയും തിരിച്ചറിയാത്ത, ക്രൂരത മാത്രം താണ്ഡവമാടിക്കൊണ്ടിരുന്ന ഒരു ഇടമായിക്കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പല രചനകളും അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവരെ ഒന്നുമല്ലാതെയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അവരുടെ പോലും മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള എഴുത്തുകളും ലേഖനങ്ങളും ഒക്കെയായി സജീവമായിരുന്നു സോഷ്യൽ മീഡിയകളും. അതിൽ ഒരു ഉപ്പയും ഉമ്മയും സഹോദരന്മാരൊക്കെ നഷ്ടപ്പെട്ട് വിദേശത്തു നിന്ന് വന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരനെ അഡ്രസ് ചെയ്ത് എഴുതിയിരുന്നത്, ലോകത്ത് ഇത്ര തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട വ്യക്തി എന്ന് പറഞ്ഞിട്ടാണ് ആ വയനാട്ടിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ അവിടെ രേഖപ്പെടുത്തി വെച്ചിരുന്നത്. അള്ളാഹു മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ സമാധാനം കൊടുക്കട്ടെ, ഖബർ ജീവിതം അള്ളാഹു താല സന്തോഷത്തിലാക്കട്ടെ, ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താല ക്ഷമയിൽ അള്ളാഹു താല വർധനവ് നൽകട്ടെ. നമുക്കത് ദുആ ചെയ്യാം. പക്ഷെ ആ എല്ലാം നഷ്ടപ്പെട്ട സഹോദരനെ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ സത്യവിശ്വാസികളുടെ ഹദീസ്, നമ്മൾ എന്താ വിശ്വസിക്കുന്നത്?
അക്സറുന്നാസി ബല അൽ അംബിയ ഫൽ അംസൽ ഫൽ അംസൽ എന്നാണ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിടുന്നത് അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ തന്നെ ഉന്നതമായ ദർജ കൈകാര്യം ചെയ്യുന്ന ആളുകൾ, പിന്നെ അതിനുശേഷം അവരുടെ പൊസിഷൻ കൈകാര്യം ചെയ്ത് വന്ന് 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 വരുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത് എന്നല്ലേ. അപ്പോൾ വീടും ഉപ്പയും ഉമ്മയും കുടുംബങ്ങളൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞ ആളുകളൊക്കെ അതിൻ്റെ പേരിൽ മാത്രം അമ്പിയാക്കളെക്കാൾ കൂടുതലൊക്കെ പരീക്ഷണം ഏറ്റു എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം 2024 ആ ഒരു ദിവസം വരെ സന്തോഷത്തോടെ ജീവിച്ച് പിന്നെ ആ ഒരു കുറച്ചു ദിവസം ആ പ്രയാസം വന്ന് പിന്നെ അതിനൊക്കെ റീകവർ ചെയ്ത് വേറെ രീതിയിലേക്ക് മാറിപ്പോയി. എന്തായാലും കാലാകാലം ഉമ്മയും നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് ഇല്ല. മക്കളും കുട്ടികളൊക്കെ മരിക്കും എന്ന് സ്വാഭാവികമായിട്ടും അറിയാം. എടുത്ത വീടും കെട്ടിടങ്ങളും അത് ഇവിടെ താൽക്കാലികമാണെന്നറിയാം. അതൊന്നും കാലാകാലത്തേക്കുള്ളതല്ല എന്നറിയാം. അതെപ്പോഴും നഷ്ടപ്പെടാനുള്ളതാണ്, വേർപിരിയാനുള്ളത് എല്ലാവർക്കും അറിയാം. അത് അള്ളാഹു താല ഒരു സമയം അത് വെച്ചു എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് മാത്രം ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ഒരാളായിട്ട് അദ്ദേഹത്തെ മാറ്റാൻ പറ്റുമോ? അങ്ങനെ ചില രചനകൾ വന്നു. മുസ്ലിങ്ങളായ ആളുകൾ വരെ തന്നെ സ്റ്റാറ്റസ് വെച്ചിരുന്നു. പല ആളുകളോട് ഞാൻ വ്യക്തിപരമായിട്ട് പോയിട്ട് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഈമാനെയും ഒക്കെ ആ ചില രചനകളുടെയും ചില സാഹിത്യ പ്രയോഗങ്ങൾക്കിടയിലും ഒക്കെ അവിടെ കുരുക്കിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ പലതും എന്ത് ചെയ്യില്ല, യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ മടങ്ങാൻ തയ്യാറല്ല. അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങാൻ തയ്യാറാകുന്ന നമ്മളെ വഴിതിരിച്ചു വിടാനുള്ള ഇഷ്ടം പോലെ സംഗതികളുണ്ട്. വിഷ്യൻ നമുക്ക് വളരെ പ്രാധാന്യമാണ്. കണ്ണുകൊണ്ട് കാണുന്നതിനെ അത് ചെവി കൊണ്ട് കേൾക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലേക്ക് എന്ത് ചെയ്യും, കൂടുതൽ അത് പതിയും. അത് എന്ത് എന്നുള്ളതല്ല, അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതിൽ മാറും. സിനിമാ ലോകത്ത് ചെയ്യുന്നത് തീർത്തും അങ്ങനെ തന്നെയാണ്. ക്യാമറ പല ആംഗിളുകളിലും വെച്ചുകൊണ്ട് ആ ക്യാമറയിൽ കാണുന്ന പോലെ കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുക നമ്മളാണ് ആ കാണുന്നത് എന്ന് നമ്മൾ വിശ്വസിച്ച് പോയിട്ട് നമ്മളതാക്കുകയാണ്. കിണറിൻ്റെ മുകൾ ഭാഗത്ത് നടക്കുന്ന സംഗതി കിണറിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ കാണുകയാണ്. നമ്മൾ എത്ര പൊട്ടന്മാർ ചിന്തിച്ചാൽ എങ്ങനെയാണ് അവിടെ നടക്കുന്ന ഒരു കിണറിൻ്റെ അടിയിൽ നിന്ന് നമ്മളത് കണ്ടു എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ക്യാമറ കിണറിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ല. പക്ഷെ കിണറാണെന്ന് തോന്നിക്കുന്ന രീതിയിലൊരു ഫ്രെയിം വെച്ചുകൊണ്ട് അതിൻ്റെ അടിയിലൂടെ കാണിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ആ സ്ക്രീനിൽ കണ്ടതെല്ലാം അവിടെ ഉള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിച്ചു പോവുകയാണ്. ഇതുപോലെ തന്നെയാണ് പല രചനകളും നമ്മൾ വെക്കുന്നത്. യൂട്യൂബിലൊക്കെ എഴുതി അവിടെ വരും. എന്നിട്ട് അതങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഒരു 10 സെക്കൻഡൊക്കെ മതി കണ്ണിൽ കാണാനും അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് BGM മ്യൂസിക്കും വന്ന്. അപ്പോൾ പിശാചിൻ്റെ ഒരു മ്യൂസിക്കും ഉണ്ടാകും, പിശാചിൻ്റെ ഒരു എഴുത്തും ഉണ്ടാകും. നമ്മൾ പലതും എന്ത് ചെയ്ത് വിശ്വസിച്ച് കഴിഞ്ഞു. സമീപകാലത്ത് എത്ര ആളുകളാണ് പരിശുദ്ധ മതത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്കും മറ്റു മതനിരാസത്തിലേക്കും ഒക്കെ വഴി ചേർന്നത്. ഇതെല്ലാം അവർ പ്രത്യേക ഹിമാലയത്തിൽ പോയി ചെയ്ത ഒരു കോഴ്സ് കാരണമായിട്ടല്ല, മറിച്ച് അവരെ അങ്ങനെ വിശ്വസിപ്പിച്ചു. അപ്പോൾ ആ ഇടങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഈമാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടായിരിക്കണം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇറങ്ങേണ്ടത്. അവിടെ കാണുന്നതെല്ലാം നമ്മൾ വിശ്വസിക്കേണ്ട. പല ഹദീസുകളും നിമിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ വരാറുണ്ട്. എല്ലാം അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നുണ്ടാവില്ല. ചിലതൊക്കെ സങ്കല്പങ്ങൾ മാത്രമായിരിക്കും. ഇസ്ലാമിലെ ഇസ്ലാമിൻ്റെ ചൈതന്യത്തോട് യോജിക്കുന്ന തലത്തിൽ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നതാണെങ്കിലും നബിതങ്ങൾ പറയാത്ത ഒരു സംഗതിയെ നമ്മൾ അവിടുന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. നബിതങ്ങൾ പറയാത്തത് അവിടുത്തെ മേലെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. മറിച്ച് മതത്തിൻ്റെ പാഠഭാഗങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ അധ്യായങ്ങളാണ് അവിടുത്തെ തഅലീമുകളാണ് അവിടുത്തെ ടീച്ചിങ്ങുകളാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കാമല്ലാതെ അവിടുന്ന് പറഞ്ഞു എന്നുകൊണ്ട് വിശ്വസിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ എപ്പോഴും പാരമ്പര്യമായ പഠനങ്ങൾ എന്താണ്, ഹദീസിൽ നബിതങ്ങൾ എങ്ങനെയാണ് പറഞ്ഞത്, പാരമ്പര്യമായ ഫിഖ്ഹുകൾ എന്തൊക്കെയെന്നൊക്കെ ഉസ്താദുമാരെ മുന്നിൽ ഇരുന്നു കൊണ്ട് അവർ കാലങ്ങളായി വർഷങ്ങളായി കൈമാറി വന്ന കിതാബുകൾ പഠിക്കുമ്പോൾ നമ്മുടെ ദിശാബോധം നമുക്ക് കൃത്യമായി ലഭിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്താകുന്ന ഈമാനെ സോഷ്യൽ മീഡിയ കാരണതൊന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ കണ്ട് എന്തു പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്ന സമയത്ത് അവര് നേരെ ആരടുത്ത് പോയി, നബിയുടെ അരികിൽ പോയി. ഇതിപ്പോ ഒരു
തർക്ക പ്രശ്നം, സാമ്പത്തിക പ്രശ്ന, നബിതങ്ങൾ അരികിൽ പോകുന്നു. വഴിപ്രശ്നമാണ്, നബിതങ്ങൾ അരികിൽ പോകുന്നു. കുടുംബ പ്രശ്നമാണ്, നബിതങ്ങൾ അരികിൽ പോയിട്ട് പരിഹാരം തേടുന്നു. ആത്മീയ പ്രശ്നങ്ങളാണ്, നേരെ പരിഹരിക്കാൻ പറ്റാത്ത നബിതങ്ങൾ അരികിൽ പോവുക. മെമ്മറി കേട് വരികയാണ്. പിന്നെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മെമ്മറി നിൽക്കുന്നില്ല. മഹാനവറുകൾ അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മാനസിക വിദഗ്ധനെ അല്ലെങ്കിൽ വൈദ്യനെ എല്ലാം അന്വേഷിക്കുന്നത് എന്താണ്? മെമ്മറി പവർ കൂട്ടാൻ ബ്രഹ്മിയുടെ പിന്നെ ലേഹ്യം കഴിക്കണോ, കുടകിന്റെ ഇല കഴിക്കണോ, എന്ത് തരത്തിലുള്ള എക്സസൈസുകളാണ് അതിന് വേണ്ടത് എന്ന് വിചാരിച്ച് രാവിലെ യോഗ ചെയ്യണമെന്ന് പറഞ്ഞ് യോഗാചാര്യനെ തേടി പോകുകയല്ല മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെയ്തത്. അതാ ഹബീബായ നബി തങ്ങളോട് അവിടുത്തെ സമക്ഷം പരാതി പറഞ്ഞ് നബിയെ മറന്നു പോകുന്നു, മെമ്മറി പവർ കുറവാണ്. അപ്പൊ ഇനി എന്താ നബിതങ്ങൾ ചെയ്യുക? നബിതങ്ങൾ ആത്മീയമായിട്ട് ഇതിനെ പരിഹരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് തന്റെ മുന്നിലുള്ള തട്ടം വിരിക്കാൻ ആവശ്യപ്പെടുന്നു. മഹാനവറുകൾ ഇങ്ങനെ തട്ടം ഇങ്ങനെ വിരിച്ചു കാണിക്കുന്നു. നബിതങ്ങൾ എന്ത് ചെയ്യുന്നു? വായുവിൽ നിന്ന് എന്തോ സംതിങ് എടുത്ത് ആ തട്ടത്തിലേക്ക് ഇടുന്നു. ആ തട്ടം മഹാനവറുകൾ നെഞ്ഞോടുകൂടി ചേർക്കുന്നു. ശേഷം മഹാനവറുകൾ പറഞ്ഞു, പിന്നെ അത് മുതൽ നബിതങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു ഹർഫ് പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല. അത്ര വലിയ വാക്യങ്ങൾ അവിടുന്ന് ഹദീസായി പറഞ്ഞാലും അതിലെ ഒരു ഹർഫ് പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, മറന്നിട്ടില്ല എന്ന്. അതാണ് നബിതങ്ങൾ. അപ്പൊ അങ്ങനെ അവിടുത്തെ പരിഹാരമായി വെക്കുന്നു. അവിടുത്തെ ചില സുന്നത്തുകളും സ്വലാത്തുകളൊക്കെ മുറുകെ പിടിക്കുമ്പോൾ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ആത്മീയവും ഭൗതികമായ പ്രശ്നങ്ങൾ എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. ആത്മീയത എന്ന് പ്രശ്നമാകുന്ന ആളുകളാണോ നമ്മളുള്ളത്? കൃത്യമായി എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്ക് നിസ്കാരം, ഫർള് നിസ്കാരം ജമാഅത്ത് നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പരാതി ഉണ്ടായിട്ടുണ്ടോ? നിസ്കാരങ്ങളുടെ മുന്നിലെ സുന്നത്ത് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നതിൽ പരാതി തോന്നിയിട്ടുണ്ടോ? റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാന്റെ ഇടയിൽ നോമ്പ് നോൽക്കാൻ അവസരം കിട്ടാറില്ലാത്തതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? നിസ്കരിക്കുന്ന സമയത്ത് ഇഖ്ലാസ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? ഹറാമിനെ തൊട്ട് കണ്ണിനെ, ശരീരത്തെ മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്നതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? എങ്കിൽ നിങ്ങൾ ആത്മീയമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ബോധേടാണെന്ന് പറയാം. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ആളുകളും ഇപ്പം എന്താണ്, കച്ചവടം, ജോലി ചെയ്തു ഒരു ഗ്രിപ്പ് കിട്ടില്ല, ബിസിനസ് ചെയ്തു അത് ഓക്കെ ആവുന്നില്ല, നമ്മുടേതായ കരിയർ ഉണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല, നമ്മുടെ പാഷനുണ്ട് അതിൻ്റെ പുറകെ പോകാൻ കഴിയുന്നില്ല, എല്ലാത്തിനും തടസ്സമായ സമ്പത്ത് ഇല്ല. ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിരിക്കും യുവതയുടെ 90% പ്രശ്നങ്ങളും. ആത്മീയമായ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായി കാണാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഒരാൾ തഹജ്ജുദിന്റെ കുറേ മഹത്വം കേട്ടു, പക്ഷെ തഹജ്ജുദ് എണീക്കാൻ കഴിയുന്നില്ല, അതൊരു പ്രശ്നം. അത് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അതൊരു ആത്മീയമായൊരു പ്രശ്നമാണ് അദ്ദേഹത്തിന്. അശുദ്ധമായ റമളാനിൽ തൗബ ചെയ്തു, എല്ലാ ഉസ്താദുമാരുടെ വാഅദും പ്രഭാഷണങ്ങൾ കേട്ട് മനസ്സിന് മാനസാന്തരം വന്നുകൊണ്ട് തൗബ ചെയ്തു. പക്ഷേ ശവ്വാൽ കഴിയുമ്പോഴേക്കും തൗബ പൊളിക്കേണ്ടി വന്നു, തൗബ പൊളിഞ്ഞുപോയി. ഇതൊരു ആത്മീയമായ പ്രശ്നമാണ്. ഇത് അവർ കൺസിഡറായിട്ട് എടുത്ത ആളുകളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും എല്ലാം പരിഹാരം മുത്തുനബിയാണ്. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ തന്റെ വിശ്വവിഖ്യാതമായ മങ്കൂസ് മൗലിദിൽ പറഞ്ഞില്ലേ, ارتكبت على الخطا غير حسن وعدد لك أشكو فيه يا سيدي خير النبي. ارتكبت على الخطا, ഞാൻ ദോഷങ്ങളുടെ മേൽ വണ്ടി കയറി. അതായത് വണ്ടി കയറുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം ദോഷങ്ങൾ ചെയ്തു. ഗൈറ ഹസ്വിൻ വഅദദ്, കയ്യും കണക്കും കൃത്യതയും ഇല്ലാതെ. ലേക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, നബിയേ ഞാൻ കണക്കില്ലാതെ ചെയ്ത എൻ്റെ ദോഷത്തിൽ ഞാൻ അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു നബിയെ എന്ന് മഹാനായ മഖ്ദൂം തങ്ങൾ എഴുതിത്തന്ന് നമ്മെ പഠിപ്പിച്ചു പോയതെന്താ? കണ്ടു, നമ്മൾ ചെയ്ത തെറ്റുകൾ അത് നമുക്കൊരു വിഷയമാവണം, അതിനെക്കുറിച്ച് നമുക്ക് ഭയം വേണം, അള്ളാഹു നാളെ ചോദിക്കുമെന്നുള്ള ഉൾഭയം നമുക്ക് വേണം. അപ്പൊ മുത്തുനബിയോട് പരാതി പറയുന്നു, മുത്തുനബി നമുക്കത് പുറത്തു തരും, നമ്മെ അവിടുന്ന് സംസ്കരിക്കും, തെറ്റുകളിൽ നിന്ന് മുക്തമാക്കാൻ കഴിയും, അവിടുത്തെ ആത്മീയമായ സംരക്ഷണ വലയം നമുക്കുണ്ടാകും. അത് മുഖേന
തൗബയൊക്കെ സ്വീകരിച്ച് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് മാറ്റാൻ കഴിയും. അള്ളാഹു ജല്ല ജലാലുഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ അടുത്ത മൈക്കൊന്ന് ഓഫാക്കിയാല്. നബി തങ്ങളോട് പരാതി പറഞ്ഞപ്പോൾ ഫഖാൽ അവിടുന്ന് പറഞ്ഞു, ലക്കമാന വൈതയാ യസീദ്, യസീദെ നീ കരുതിയത് നിനക്കുണ്ട്. വാപ്പയായ യസീദിനോട് പറയാണ്, അദ്ദേഹം സ്വതക്ക ചെയ്തു. ആ സ്വതക്കയുടെ ഉദ്ദേശം അദ്ദേഹത്തിന് എന്താണ്? ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തു. സ്വീകരിച്ച ആൾ എന്ത് ചെയ്തു? മാറിപ്പോയി. അപ്പൊ പറയല ഖമാന വൈതയാ യസീദ്, നീ കരുതിയത് നിനക്കുണ്ട് യസീദെ. അപ്പാനോട് പറയാ, നിങ്ങൾ സ്വതക്കയുള്ള ഉദ്ദേശം, സ്വതക്ക ചെയ്ത കൂലിങ്ങ കിട്ടും, അത് ആരെടുത്തു എന്നുള്ളതല്ല. വലക്കമാഹത്തയാ മഅനെ, പിന്നെ യസീദിന്റെ പുത്രനെ നീ എടുത്തത് എന്തുണ്ട്? നിനക്കുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പള്ളിയിൽ ഒരാളോട് വെക്കുകയും വേറൊരാൾ വന്നാൽ പൈസ എടുക്കുകയും ചെയ്താൽ സ്വതക്ക ചെയ്ത ആൾക്ക് എന്ത് കിട്ടും? അദ്ദേഹത്തിന് കൂലി കിട്ടും. അദ്ദേഹത്തിന്റെ നിയ്യത്ത് സ്വതക്കയായിരുന്നു, അത് കൂലി കിട്ടുമെന്ന് ഹബീബാദങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ പഠിപ്പിച്ചു. ഓക്കെ. വനബി ഇസ്ഹാഖ സഅദ് ബിൻ അബി വഖാസ് മാലിക് ബിൻ ഉഹൈബ് ബിൻ അബ്ദ് മനാഫ് ബിൻ സുഹറത്ത ബിൻ കിലാൽ ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഖുറൈശി സുഹരി റളിയല്ലാഹു അൻഹു അഹദിൽ അശറത്തിൽ മഷ്ഹൂദ് ലഹും ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 മഹാന്മാരിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു. ആ അബൂ ഇസ്ഹാഖ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയാ, ഖാല അദ്ദേഹം പറയാ, ജാഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ അരികിൽ വന്നു. യഊദുനി, എന്നെ രോഗസന്ദർശനം നടത്തിയിട്ടു. ഞാൻ രോഗിയായ സമയത്ത് എന്നെ അവിടുന്ന് സന്ദർശിക്കാൻ വന്നു. അപ്പൊ ശിഷ്യൻ രോഗിയായാലും ഉസ്താദ് രോഗിയായാലും ആര് രോഗിയായാലും രോഗികളെ സന്ദർശിക്കാൻ പോണം. അത് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും മനസ്സിന് സമാധാനമാണ്. രോഗസന്ദർശന മുഖേന ധാരാളം ഗുണങ്ങൾ സന്ദർശിച്ച ആൾക്കും കിട്ടും, സന്ദർശിക്കപ്പെട്ട ആളിനും കിട്ടും. രോഗം മാറാൻ വന്ന ആളുടെ ദുആ കാരണമാകും. അദ്ദേഹത്തിന്റെ സാന്നിധ്യം മനസ്സമാധാനം ഉണ്ടാകും. വന്ന ആളിനക്ക് പരലോക ചിന്തകൾ ഉണ്ടാകും. താനും ഇതുപോലെ ഒരു രോഗത്തിന്റെ പിടിയിൽ അകപ്പെടേണ്ട ആളാണ് എന്നുള്ള ബോധം വരും. അല്ലെങ്കിൽ തനിക്ക് ഇതേപോലെ അള്ളാഹുത്തെ രോഗം തന്നില്ല എന്നുള്ള അള്ളാഹുവിനോടുള്ള ഒരു നന്ദി വരും. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ രോഗിയെ സന്ദർശിക്കുന്നതിലുണ്ട്. ഇസ്ലാമിൽ പരസ്പരം മുസ്ലിങ്ങൾ തമ്മിലുള്ള പരസ്പര മര്യാദകളിൽ രോഗസന്ദർശനം എണ്ണിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നബി തങ്ങൾ ശിഷ്യനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. ആമ ഹജ്ജത്തുൽ വദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം നടന്ന ഹജ്ജത്തുൽ വദാഇന്റെ ആ വർഷം. മിൻ വജഇൻ ഇഷ്തദ്ദ ബി, എന്നെ കൊണ്ട് ശക്തമായ വേദന, നല്ല വേദന എടുത്ത് ഞാൻ പൊളയുന്ന സമയത്താണ് നബിതങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നത്. ഫഖുൽതു യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നി ഖദ് ബലഗ മിന്നി അൽ വജഅ, നബിയേ എൻ്റെ വേദന അങ്ങേ തലെത്തിയിട്ടുണ്ട്. മാ തറ, അങ്ങ് കാണുന്നില്ല ഞാൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴവും പരപ്പും, അത്ര വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട് നബിയേ. അതായത് അദ്ദേഹം പറയാണ്, എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി ദുനിയാവിലേക്ക് ഇനി എന്തില്ല, ഒരു റിട്ടേൺ ഇല്ല, മരണമാസന്നമായിട്ടുണ്ട്. അതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പറച്ചിലുണ്ട്. അനദൂ മാലിൻ, ഞാൻ സമ്പന്നനാണ്, സമ്പത്ത് എനിക്കുണ്ട്. വലാ യരിസുനി ഇല്ല ഇബ്നത്തുല്ലി, എനിക്കുള്ള ഒരു മകളല്ലാതെ ആരും എൻ്റെ സക്സസറായിട്ട്, എൻ്റെ അനന്തരാവകാശിയായിട്ട് ഇല്ല നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ മകളെ ഉള്ളൂ പിന്നെ അനന്തരാവകാശിയായിട്ട് എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ മകൾക്കുള്ള ഓരി അവിടെ കിട്ടും. ആൺകുട്ടികളാണെങ്കിൽ മുഴുവൻ അവിടെ കിട്ടും, പെൺകുട്ടികൾക്ക് അതിലൊരു ഇത്ര കണക്കേ ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞു. എന്തായാലും ഇപ്പം ഞാൻ എൻ്റെ സമ്പത്തിന് ഇപ്പോൾ ഒരു മോൾക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മകൾക്ക് കിട്ടണില്ല തടസ്സമല്ല, കാരണം മകൾക്ക് മാത്രമായിട്ട് പിന്നെ മകള് വേറൊരാളെ കയറി വിവാഹം കഴിക്കുക
അപ്പോൾ പിന്നെ ഓല് വേറെ പരമ്പര അങ്ങനെ പോകും. അപ്പോൾ എൻ്റെ കുറേ സമ്പത്താണ് ഉള്ളത്, അപ്പോൾ ഞാൻ ഇപ്പം എന്താ കൊണ്ട് ചെയ്യേണ്ടത് ഒരു ചോദിക്കുകയാണ്. അപ്പം നബി തങ്ങൾ പറയാണ്, അപ്പോൾ അങ്ങോട്ട് അത്തസ്വദ്ദഖ് ബി സുലിസൈ മാലി നബിയെ, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി എൻ്റെ മകൾക്കേ ഉള്ളൂ, ഓൾക്ക് ചിലപ്പോൾ അത്ര സമ്പത്ത് വേണ്ടി വരില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യട്ടെ, എൻ്റെ സമ്പത്തിൻ്റെ 2/3 ഞാൻ സ്വതക്ക ചെയ്യട്ടെ ചോദിച്ചു. 2/3 ഞാൻ സ്വതക്ക ചെയ്യട്ടെ ചോദിച്ചു. 2/3 പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ 1,00,000 മുതലുണ്ടെങ്കിൽ ഇതിൽ 66,000 രൂപ, അതാണല്ലോ 2/3. 1,00,000 പിന്നെ 3 ഭാഗമാക്കിയിട്ട് അതിലെ 2. അപ്പോൾ അതിൻ്റെ പിന്നെ എൻ്റെ സമ്പത്തിൻ്റെ 66.66 സംതിങ് അങ്ങനെയുള്ള കറക്റ്റ് വരിക, അത് ഞാൻ സ്വതക്ക ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പാലല്ല, വേണ്ട, അത്ര വേണ്ട, ഒരു സമ്പത്തിൻ്റെ 66% എന്ത് ചെയ്യണ്ട, സ്വതക്ക ചെയ്യണ്ട. പല കുൽത്തുഫ ശത്രു, എന്നാൽ ഞാനതിൻ്റെ പിന്നെ 50% അതിൻ്റെ ഹാഫ് പോർഷൻ ഞാൻ സ്വതക്ക ചെയ്യട്ടെ നബിയെ. ഫഖാലല്ല, വേണ്ട, ഹാഫ് പോർഷനും വേണ്ട. ഫഖുൽത്തുഫ സുലുസു, എന്നാൽ അതിൻ്റെ 1/3, അതിൻ്റെ 1/3 ഞാൻ സ്വതക്ക ചെയ്യട്ടെ നബിയെ, 33% ഞാൻ എന്താക്കട്ടെ, സ്വതക്ക ചെയ്യട്ടെ നബിയെ എന്ന് പറഞ്ഞു. നബി പറഞ്ഞ സുലുസു കബീറുൻ ഔ കസീറുൻ, 1/3 തന്നെ ധാരാളമാണ് എന്നിങ്ങനെ പറഞ്ഞു. ഇതിൻ്റെ നിങ്ങൾ പറയാം, ഇന്നക്ക ഇൻ തദറ വറസത്തക്ക അഗ്നിയ, നീ നിന്റെ അനന്തരവന്മാരെ അഗ്നിയാക്കളായിട്ട് ഉള്ളവരായിട്ട് നീ മരിച്ചു പോകുമ്പോൾ അവരിവിടെ ഉണ്ടാകുന്നത് ഖൈറും മിൻ അൻ തദറഹും ആലത്തൻ, നീ അവരെ ദരിദ്രരായിട്ട് മരിച്ചു പിരിഞ്ഞു പോകുന്നതിനേക്കാൾ നല്ലതാണ്. നീ ഇവിടെ ജീവിച്ച് കുറേ സമ്പത്തുണ്ടാക്കി, പിന്നെ ആ സമ്പത്ത് മൊത്തമൊക്കെ അവിടെ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വതക്ക ഇതൊക്കെ തീർത്ത് നിന്റെ കാലശേഷം നിന്റെ ആശ്രിതർ ഇവിടെ ദരിദ്രരായി കഴിയുന്നത് അതൊന്നും വലിയ നല്ലതല്ല. യതകഫഫൂനന്നാസ, ജനങ്ങളോട് കൈ കാണിച്ചുകൊണ്ട്, അപ്പം അതിലെന്തില്ല, അതിലൊരു വലിയ നല്ലതില്ല. അപ്പം സമ്പത്ത് മക്കൾക്ക് ഉപകരിക്കുക, അപ്പോൾ ഒരു നിശ്ചിത ഭാഗം സ്വതക്ക ചെയ്ത് അത് ആഖിറത്തിലേക്കുള്ളൊരു മുതൽക്കൂട്ടാക്കി ആ സ്വതക്ക തന്നെ പരമാവധി വഖഫാക്കിക്കൊണ്ട് പിന്നെ ജാരിയായ സ്വതക്കയായിക്കൊണ്ട് പള്ളി, മദ്രസകൾ, പൊതു സ്ഥാപനങ്ങൾ, വഴികൾ, കിണറുകൾ, ഇങ്ങനെ തുടങ്ങി നിന്റെ കാലശേഷവും ഉപകരിക്കാവുന്ന തരത്തിലുള്ള വഖഫുകളായ മുതലുകളായി വരുന്ന സമയത്ത് ആളുകളെ വിളിച്ച് നല്ലൊരു ഫുഡ് കൊടുത്ത് അതിന് കൂലി കിട്ടും. അതോടെ കഴിഞ്ഞ് ഓൽക്ക് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്, പിന്നെ ഓൽക്ക് അത് ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മളൊരു പള്ളിയിലേക്ക് ഒരു മോണിമെന്റ് ആയിട്ട് ഒരു മദ്രസ കെട്ടുമ്പോൾ, അതിൻ്റെ സ്ഥാപിക്കുമ്പോൾ, പള്ളി സ്ഥാപിക്കുന്ന സമയത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ സമ്പത്തിൽ നിന്ന് ഒരാൾക്ക് ഏക്കർ കണക്കിന് മുതലുണ്ട്, അതിലൊരു 5-10 സെന്റ് പള്ളിയിലേക്ക് വേണ്ടി എന്ത് വഖഫ് ചെയ്തു, അല്ലെങ്കിൽ പള്ളിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്, അപ്പോൾ സുഖമായിട്ട് എന്ത് ചെയ്തു, പള്ളിയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുത്തു. അവിടെ ശേഷം പള്ളികൾ വന്നു, സ്ഥാപനങ്ങൾ വന്നു, മദ്രസകൾ വന്നു. ഇങ്ങനെ അവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിൻ്റെയും ഒരു പ്രതിഫലം ഇത് കൊടുത്ത ആളിന് കിട്ടുമെന്നാണല്ലോ. അപ്പൊ അങ്ങനെ വേണ്ടത് സ്വതക്ക ചെയ്തുകൊണ്ട് ബാക്കി പൈസ എന്ത് ചെയ്യുക, കുടുംബങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക. അതും സ്വതക്കയാണ്. അതും സ്വതക്കയാണ്. ചില ആളുകൾ അത് സ്വതക്കയെന്ന് മനസ്സിലാക്കൂല. അത് പിന്നെ നാട്ടുകാർക്ക് കൊടുത്താലേ സ്വതക്കുള്ളൂ, മക്കൾക്ക് കൊടുത്താലേ അത് സ്വതക്കയാകും എന്ന് മനസ്സിലാക്കാത്ത ആളുകളുണ്ട്. ഭാര്യക്ക് കൊടുക്കുന്നതിന് കിട്ടുന്ന പുണ്യം അത് വേറെയാണ്, ഉമ്മക്ക് കൊടുക്കുന്നത് വേറെയാണ്, മക്കൾക്ക് കൊടുക്കുന്നത് വേറെയാണ്. അതെല്ലാം എന്തും കിട്ടുന്നതുമാണ്, കൂലി കിട്ടുന്നതുമാണ്. അതാണ് വിധങ്ങൾ പറഞ്ഞത്, ഇപ്പൊ എൻ്റെ സമ്പത്ത് മൊത്തം സ്വതക്ക ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂലി എനിക്ക് കിട്ടും, പക്ഷെ എൻ്റെ മക്കളും ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും, അവർ ദരിദ്രരായിട്ട് ഇവിടെ കഴിയും. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും, അതും കൂലി കിട്ടും. അവർക്കും നിന്റെ കാലശേഷം ഇവിടെ ആരോടും യാചിക്കാതെ ഇവിടെ ജീവിക്കാൻ കഴിയാൻ പറ്റും എന്ന് ഒരുപാട് പിന്നെ കാര്യങ്ങൾ അവിടുന്ന് അതിലൂടെ പറയുന്നുണ്ട്. ഇതിന്റെ വിധങ്ങൾ തന്നെ പറയാണ്, നബിയെ എന്ന് പറയാ, നീ ഒരു ചെലവും ചെലവഴിച്ചിട്ടില്ല,
തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ട് എന്ത് ചിലവഴിക്കുന്നോ, അത് ഉമ്മാക്ക് കൊടുത്തതാട്ടെ, ഉപ്പാക്ക് കൊടുത്തതാട്ടെ, കുടുംബത്തിൽ വിരുന്ന് വന്നവർ കൊടുത്തതാവട്ടെ, ആർക്ക് വേണ്ടി കൊടുക്കുന്നോ, എല്ലാ ഉജിർത്ത അലിഹ, അതിന് നിനക്ക് കൂലി കിട്ടിയിട്ടല്ലാതെ ഇല്ല. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യും? കൂലി കിട്ടും. മക്കൾക്ക് കൊടുക്കുന്നതിന് കൂലി കിട്ടും. നമ്മുടെ പെരയിൽ നമ്മൾ കൊണ്ടുപോയി കടയിൽ നിന്ന് പോയിട്ട് ചായപ്പൊടി പഞ്ചസാരയും വാങ്ങിക്കൊണ്ടുവന്നൊരു കട്ടൻ ചായ നമ്മൾ കുടുംബത്തിൽ കൊടുക്കാൻ നാം തയ്യാറാണെങ്കിൽ അതിനും അള്ളാഹു തആല എന്ത് ചെയ്യും? കൂലി നൽകും. അത് പള്ളിയിലേക്കും വേറെ ആരെങ്കിലും വിളിച്ചു കൊടുത്താൽ മാത്രമല്ല കൂലി കിട്ടുക. കൂട്ടുകാർ തമ്മിൽ പോയി അവർ ചങ്കുകൾ തമ്മിൽ പിന്നെ യാത്ര പോകുന്ന സമയത്ത് അവിടെ അള്ളാഹുവിന്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിന്റെ കൂലിയും അള്ളാഹു താല നൽകും. അപ്പൊ എന്തൊന്ന് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെയ്തോ അത് നിനക്ക് എന്ത് കിട്ടും? കൂലി കിട്ടും. ഹത്താ മാ തജ്അലു ഫീ ഇംറതിക, നീ നിന്റെ ഭാര്യക്ക് മേടിച്ചു കൊടുക്കുന്ന എന്തൊരു ചെറിയ ഭക്ഷണം പോലും, വൈഫിനെ ടൗണിൽ കൊണ്ടുപോയിട്ട് മന്തി മേടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ഷവർമയോ ജ്യൂസോ മേടിച്ചു കൊടുത്ത്, കുട്ടികൾക്ക് എന്ത് ചെയ്തു? അതേപോലെ പാർക്കിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ മേടിച്ചു കൊടുത്ത് അല്ലാഹു എന്ത് നൽകും? കൂലി നൽകും. ഇതാണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. ഓക്കെ, അപ്പൊ കുറെ ആ സ്വഹാബി പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ് ഉഖല്ലഫു ബഅദ അസ്ഹാബി, എൻ്റെ അസ്ഹാബിന്റെ ശേഷം ഞാൻ ഇവിടെ പിന്തിക്കപ്പെടുമോ? അതായത് അദ്ദേഹം പറയാണ്, അദ്ദേഹം പിന്നെ ഞാൻ കുറെ കാലം ഇവിടെ ജീവിക്കുമോ, പിന്നെ എൻ്റെ ആയുസ് വൈകുമോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് മരിക്കൂലേ, രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഖാല ഇന്നക ലൻ തുഖല്ലഫ, നീ ആയുസ് ബന്ധിപ്പിക്കപ്പെട്ടിട്ട് ഇവിടെ മരിക്കാതെ അവശേഷിച്ചു പോകുന്നില്ല. അങ്ങനെ ഫതഅമല അമലൻ തബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് നീ അമലും ചെയ്യുന്നില്ല. ഇല്ല അസ്ദത്ത ബിഹി ദറജതൻ വരിഫഅതൻ, നിനക്ക് അള്ളാഹു തആല പദവിയും ഉയർച്ചയും നൽകിയിട്ടല്ലാതെ. അപ്പൊ ദുനിയാവിൽ ഇവിടെ നിന്ന് എത്ര ആയുസ്, അവസാന കാലം വരെ ഇവിടെ നിന്ന് അമല് ചെയ്യുന്നു, അതിനെല്ലാം അള്ളാഹു തആല കൂലി നൽകും. അപ്പൊ പെട്ടെന്ന് മരിച്ചു പോകുന്നത് ആരും ആഗ്രഹിക്കണ്ട. അങ്ങനെ ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടാവും, ഓല് മക്കളൊക്കെ കെട്ടിച്ച് ചെക്കന്മാരൊക്കെ എന്ത് ചെയ്ത് കല്യാണം കഴിഞ്ഞ് അത് റൂട്ടിലൊക്കെ കയറി ഓലിപ്പോൾ ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിയാണ്. ഇനി മരിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിങ്ങനെ മരണത്തിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കണ, മരണത്തിന് ഒരുങ്ങുക എന്നുള്ളതല്ല, മരണത്തിന് ഒരുങ്ങുന്നതും പെട്ടെന്ന് ഇങ്ങനെ മരിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കണതും അത് രണ്ടും രണ്ടാ. അങ്ങനെയല്ല, ദുനിയാവിൽ നിന്ന് പിന്നെ ഒരു ദിവസം കൂടുതൽ ജീവിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗ്യമാണ്. കാരണം എന്താ, അത് ആഖിറത്തിലേക്കുള്ള അത്രയും നമുക്ക് സമ്പാദിക്കാൻ പറ്റി എന്നുള്ളതാണ്. ആഖിറത്തിലേക്ക് നമുക്ക് അത്രയും സമ്പാദിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. വേറെ ഹദീസിൽ കാണാൻ പറ്റും, പിന്നെ ഒരാളുടെ മിൻ ഹുസ്നി ഇസ്ലാമിൽ, പിന്നെ വേറൊരു ടോണിൽ വരുന്ന ഒരു ഹദീസാണ്, ഒരാള് ഇസ്ലാമിൽ ഒരാൾക്ക് ഒരു നല്ലത് എന്ന് പറഞ്ഞാൽ എന്താ, ഓന് ആയുസ് അധികരിച്ചു അമലും നന്നായി, ആയുസ് അധികരിച്ചു അമലും നന്നായി. 40 വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ അദ്ദേഹം നല്ല ഇബാദത്ത് ചെയ്ത് അങ്ങനെ ജീവിച്ച 50 എത്തി, വീണ്ടും ഇബാദത്തുകൾ തട്ടിമുട്ടി. അങ്ങനെ 60 ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് ദുനിയാവിനോടുള്ള മോഹം ഒക്കെ പൊതുവേ കുറയും. അല്ലേ? യുവാക്കളാവുന്ന നമുക്കുണ്ടാകുന്നതൊക്കെ വയസ്സായ സമയത്ത് ആർക്കും ഉണ്ടാവില്ല. ഇപ്പൊ ഒരു ട്രെൻഡിന്റെ പുറകെ പോകാൻ നമുക്കുണ്ട്, ഒരു ഫുഡിന്റെ ട്രെൻഡിന്റെ പുറകെ യുവാക്കൾക്കേ ഉണ്ടാവുള്ളൂ, വയസ്സായ ആളുകൾക്ക് ഉണ്ടാവില്ല. എന്താണോ ട്രെൻഡായിട്ട് മനുഷ്യന്റെ അരികിലുള്ളത് അതിന്റെ പുറകെ വെച്ചടിക്കാന് പിന്നെ അധികം മനസ്സ് യുവാക്കൾക്കാണ് ഉണ്ടാവുക. എന്നാൽ വയസ്സാവും തോറും അങ്ങനെ 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 കൂലി കുറഞ്ഞു വരും. തന്മൂലം വിവാദത്തുകൾക്കൊക്കെ നല്ല രസമുണ്ടാവും. അതാണ് പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വയസ്സായ ആളുകൾ അവർ തക്ബീറൊക്കെ കെട്ടിയിട്ട് അവരൊരു ഫാത്തിഹ ഓതുന്ന ആ ഒരു ഇഖ്ലാസൊക്കെ പുറകിലുള്ള ചെക്കന്മാരായ ആളുകൾക്ക് ഉണ്ടാവൂല. ചെക്കന്മാരെ കുറ്റം പറയല്ല, മറിച്ച് അതാണ് കാരണം. ഓൽക്കപ്പോൾ അടുത്തുണ്ടാകും കച്ചവടത്തിന് ഉത്തരവാദിത്തം. പ്രത്യേകിച്ച് ദുബായ് ഒക്കെ പോലത്തെ സിറ്റികളിലൊക്കെ തിരക്ക് പിടിച്ചു വരുന്ന ആളുകൾ പള്ളിക്കൊക്കെ കൊണ്ട് വന്ന് മുഴുവൊക്കെ എടുത്ത് കൂടെ വന്ന് ശ്രദ്ധയൊന്നും പോലെ കണ്ണൊന്നും അവിടെ ഇങ്ങനെ പള്ളിയിലൊന്നും പതിഞ്ഞിട്ടുണ്ടാവില്ല. കണ്ണ് അടുത്തിരിക്കുന്ന ആളൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഉള്ളു കൊടുത്ത് വാതിലിട്ട് ഇങ്ങനെ കയറി വന്ന് വിചാരിച്ച് ഒറ്റ പോക്ക്
ഇവിടെ വന്നു എന്നുള്ളത്. എന്നാ കടയിൽ പോയിരുന്നാലോ എല്ലാം റെഡിയായി, ഓരോ ജോലി കാര്യങ്ങൾ നിർവഹിച്ചാലോ ഒരു കുഴപ്പമില്ല. ഈ പള്ളിയൊക്കെ ഇങ്ങോട്ട് കയറുമ്പോഴേക്കിനുള്ള ഒരു വേദില്ലാതെ അത് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പെട്ടെന്ന് ഇറങ്ങിപ്പോ നമ്മൾ ഉസ്താമാരൊക്കെ അവിടെ നിൽക്കണ്ടെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കണ്ടെങ്കിൽ നമ്മളൊരു ജമാഅത്തെ കാത്തു കേൾക്കാരം. ഉസ്താങ്ങൾ നിസ്കരിച്ചോ, നമുക്കൊന്നും ജമാഅത്തില്ല, അല്ലെങ്കിൽ നമ്മളത് ആ ജമാഅത്തിന് വിളിക്കോ വിചാരിച്ചിട്ട് എന്ത് പോലെ പെട്ടെന്നാവും. കാരണം ഇവിടെ ഉള്ള ഈ ഒരു 5 മിനിറ്റ് അത് അങ്ങനെ കുതിറിപ്പോയി കഴിഞ്ഞാല് റാഹത്താവുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ വയസ്സായ ആളുകൾ അങ്ങനെ ആവില്ല. വയസ്സായ ആളുകളാണെങ്കിൽ മൂല്യങ്ങൾ സ്കരിച്ചാ ഇല്ല, എന്നാ നമ്മൾ സ്കരിക്കാന്നാണ് മൂപ്പര് എന്ത് ചെയ്യും, മൂപ്പര് വാങ്ങിക്കാമത്തെ കൊടുത്ത്. കാരണം തോൽക്ക് ഇനിയില്ല, ഓടാനും പായാനും ഇല്ല, അടുത്ത ട്രെൻഡിന്റെ പുറകെ പോകാനില്ല, ആ രീതിയിൽ വരിക. അപ്പൊ വയസ്സ് കൂടുന്തോറും ദുനിയാവിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ കുറയും. തന്മൂലം വിവാദത്തിന് നല്ലൊരു രസം വരും, അള്ളാഹുവിലേക്കുള്ള ഒരടുപ്പവും സാമീപ്യമൊക്കെ വരും. അതാണ് വയസ്സായ ആളുകളോടൊക്കെ നമ്മൾ അവരുടെ മുഖം കാണുന്ന സമയത്തൊക്കെ പഴയ പള്ളിയിലൊക്കെ ഉണ്ടാകുന്ന ആ തോർത്തൊക്കെ തലയിലൊക്കെ കെട്ടിയിട്ട് ചുക്കിച്ചുളിവൊക്കെ ബാധിച്ചുകൊണ്ട് പഴയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഒരു മൂലയിൽ ഇരുമിച്ചു കൂടുന്ന നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു തന്ത എന്ന് പറഞ്ഞ ആളോട് അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് ആഖിറത്ത് ഓർമ്മ വരികയും മരണത്തെക്കുറിച്ച് ഓർമ്മ വരികയും ഈ പച്ചയായ ജീവിതത്തിൻ്റെ വളവളാമെന്നുന്ന സൗന്ദര്യത്തിൽ നിന്ന് കുറച്ചൊക്കെ മാറി ചിന്തിക്കാനൊക്കെ നോക്കുന്നത് അവർക്ക് ആത്മീയമായ ഒരു ഉണർവുണ്ടായത് കൊണ്ടാണ്. അവരോടൊക്കെ പോയിട്ട് നമുക്ക് ദുആ ചെയ്യാനും തോന്നും. കാരണം എന്താ, അവർക്ക് ഇബാദത്തിലൊക്കെ ലജ്ജത്ത് കിട്ടുന്ന നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ്. അപ്പോ ആയുസ് നീണ്ടു കിട്ടാൻ ആഗ്രഹിക്കാം, അത് ഇബാദത്തുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഈ സ്വഹാബിനോട് നബി തങ്ങൾ പറയാണ്, നിങ്ങൾ ഇവിടെ എത്ര കാലം ജീവിച്ചോ, അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്നോ, അത്രയും കാലം നിങ്ങൾക്ക് കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ولعلك تخلف حتى ينتفي بك أقوام ويضر بك آخرون. ചിലപ്പോൾ നിങ്ങൾക്ക് ആയുസ് കിട്ടും, നിങ്ങളെ കൊണ്ട് കുറച്ച് ആളുകൾക്ക് ഉപകാരം ഉണ്ടാകും, കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ അല്ലാഹു തആല ഇവിടെ ദുനിയാവിൽ ആയുസ് നൽകിയേക്കാം. ഇതിന് നിങ്ങൾ വേറെ ഒരു ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ലി അസ്ഹാബി ഹിജ്റതഹും വലാ തർദഹും വലാ ഖാബിഹിം. അല്ലാഹുവേ, ഹിജറ വന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന എൻ്റെ സ്വഹാബത്തിന്റെ ഹിജറ നീ അവർക്ക് പൂർത്തിയാക്കി കൊടുക്കണേ. കാരണം ഹിജറ വന്നിട്ട് ആ നാട്ടിൽ നിന്ന് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹിജറ സമ്പൂർണ്ണമാവില്ല. അതുകൊണ്ട് അവർക്ക് ഹിജറ പൂർത്തിയാക്കി കൊടുക്കണേ എന്ന് നബി തങ്ങൾ പറഞ്ഞു. ലാക്കിനിൽ ബായിസു സഅദ് ബിനുൽ ഖൗല, സഅദ് ബിനുൽ ഖൗല എന്ന് പറഞ്ഞ സ്വഹാബി പാപം, അദ്ദേഹത്തിന് ഹിജറ പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സാന്ദർഭികമായ ഒരു സംസാരങ്ങൾ നബിയും ആ സ്വഹാബിയും തമ്മിലുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ റസീലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്തബി മക്കത്ത, മക്കയിൽ വെച്ച് മരിച്ച, ഹിജ്റ വന്നിട്ട് വീണ്ടും മക്കയിലേക്ക് പോയി അവിടെ തന്നെ മരിച്ച സഅദ് ബിൻ ഖൗല എന്ന് പറഞ്ഞ ആ മഹാനക്ക് നിബിധങ്ങൾ എന്ത് ചെയ്തു, അവർക്കുള്ള ഒരു മർഫിയത്ത് പറഞ്ഞാൽ മരണശേഷം ജീവിച്ചിരിക്കുന്ന ആളുകൾ, മരിച്ച ആളുകൾക്ക് വേണ്ടിയിട്ട് അവരെ കുറിച്ച് നടത്തുന്ന അനുശോചനം, അതിനാണ് മർഫിയത്ത് പറയാം. അപ്പൊ അതും ആ നിബിധങ്ങൾ കാണിച്ചു തന്നു, ആ സുഹാബി നബി തങ്ങളുടെ സംഭാഷണവും കാണിച്ചു തന്നു. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഈ ഹദീസിന്റെ ധ്വനിയായിട്ടുള്ളതാണ്. അപ്പോൾ നോക്കുക, അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നീയത്തിന് പ്രാധാന്യം, അത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഹബീബാദങ്ങൾ നമ്മൾ പഠിപ്പിച്ചു.